നമസ്തേ. ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്ന റീഡിങ്സ് നിങ്ങളുടെ ജീവിതത്തിൽ ഉടനെ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്താണ്, നിങ്ങളിലേക്ക് ഉടനെ കണക്റ്റഡ് ആകാൻ പോകുന്നത്, ഏത് സാഹചര്യങ്ങളാണ് നിങ്ങൾക്ക് അനുകൂലമായിട്ടും പ്രതികൂലമായിട്ടും വരുന്നതെന്നുള്ള ഒരു എനർജിയാണ് നോക്കുന്നത് കേട്ടോ. ഇനിയിപ്പോൾ നാളെ മുതൽ നെക്സ്റ്റ് മന്ത് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതിനു മുമ്പ് തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് മാറ്റം വരുന്ന എനർജി ചേഞ്ചിങ് ആണ് നമ്മളിന്ന് നോക്കുന്നത്. തീർച്ചയായിട്ടും പ്രാർത്ഥിച്ച് മനസ്സുകൊണ്ട് യൂണിവേഴ്സലിനോട് നന്ദി പറഞ്ഞ് ലൈക്ക് ചെയ്ത് എനർജിയെ കണക്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ട് നിങ്ങൾക്ക് കറക്റ്റായിട്ടൊരു റീഡിങ്സ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഇത് ജനറൽ റീഡിങ്സ് ആണ്. ഒരുപാട് പേരുടെ എനർജി കണക്റ്റഡ് ആകുന്നതായതുകൊണ്ട് നിങ്ങളുടെ എനർജിയെ നിങ്ങളാണ് കണക്റ്റ് ചെയ്ത് നിങ്ങൾക്ക് റെസനേറ്റ് ആക്കി റീഡിങ്സ് എടുക്കേണ്ടത് കേട്ടോ. അതുപോലെ തന്നെ പേഴ്സണൽ റീഡിങ്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും ഒരു പേഴ്സണൽ റീഡിങ്സ് എടുത്ത് കറൻറ്റ് സമയവും നിങ്ങളുടെ ഫ്യൂച്ചറിനെ കുറിച്ചുള്ള എനർജിയും നിങ്ങളുടെ ഒരു ഫ്യൂച്ചർ പ്ലാനിങ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിനെ കണക്റ്റ് ചെയ്തും പാസ്റ്റ് എനർജിയിൽ എന്തെങ്കിലുമൊക്കെ ഹീലാക്കാനുണ്ടെങ്കിൽ അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് റീഡിങ്സ് ചെയ്തെടുക്കാം. മെയിനായിട്ട് വേണ്ടത് വ്യക്തമായ ചോദ്യങ്ങൾ ചോദിച്ചാലാണ് നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്ന നിങ്ങൾക്ക് വേണ്ട റീഡിങ്സ് കിട്ടത്തുള്ളൂ കേട്ടോ. നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിനാണ് ടാറോയിൽ നിന്ന് റീഡിങ്സ് കിട്ടുന്നത്. അപ്പോൾ അത് നിങ്ങൾ വ്യക്തമായിട്ടായിരിക്കണം. 1 ക്വസ്റ്റ്യൻ ആണെങ്കിലും 2 ക്വസ്റ്റ്യൻ ആണെങ്കിലും ഡീറ്റെയിൽസ് റീഡിംഗ് ആണെങ്കിലും നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾ ചോദിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വ്യക്തമായി മറുപടി ലഭിക്കും കേട്ടോ. അതുപോലെ തന്നെ എൻ്റെ റീഡിങ്സ് റെസനേറ്റ് ആവുകയാണെങ്കിൽ പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. റൈറ്റ് ഹീലിങ്ങും അതുപോലെ അഫർമേഷൻസ് ഞാൻ മറന്നു പോകുന്നതല്ല, നിങ്ങളത് കറക്റ്റായിട്ട് ചെയ്യണം. വീണ്ടും എന്താണെന്ന് ചോദിച്ചുകൊണ്ട് വരുന്നുണ്ട് ആളുകൾ. ഞാനിപ്പോൾ ആരോടും ഒന്നും പറയാറില്ല, കാരണം നമുക്കിതൊരു പരിധി ഉണ്ടല്ലോ പറഞ്ഞുകൊണ്ടിരിക്കാനായിട്ട്. റൈറ്റ് ഹീലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ മനസ്സിലെ ഭാരങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ വേണ്ടാത്ത ചിന്തകളെയും ബന്ധങ്ങളിൽ നിന്നൊക്കെ പുറത്ത് കടക്കാൻ നിങ്ങളെ സഹായിക്കുന്ന എനർജിയാണ് റൈറ്റ് ഹീലിംഗ്. റൈറ്റ് ഹീലിംഗ് നിങ്ങളുടെ മനസ്സിലുള്ള പ്രശ്നങ്ങൾ എഴുതി കത്തിച്ച് കളയണം റൈറ്റ് ഹീലിംഗ് എന്ന് പറയുന്നത്. അഫർമേഷൻസ് എന്ന് പറയുന്നത് നിങ്ങളുടെ സ്വപ്നങ്ങളാണ്. അതിനെ കത്തിക്കാതെ അഫർമേഷൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഏത് അവസ്ഥയിലായിരിക്കണം എന്നാണോ ചിന്തിക്കുന്നത് അത് നിങ്ങൾ കറൻറ്റിലി ആണ് എന്ന രീതിയിൽ അഫർമേഷൻസ് എഴുതുക. നിങ്ങൾക്കിപ്പോൾ എല്ലാ മാസവും ഒരു 5000 ഒരു 1,00,000 രൂപ 2,00,000 രൂപയുടെ സാലറി ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ എനിക്ക് എല്ലാ മാസവും 1,00,000 രൂപയുടെ സാലറി ലഭിക്കുന്നതിന് ഞാൻ പ്രപഞ്ചശക്തിയോട് നന്ദി പറയുന്നു. അതുപോലെ നിങ്ങൾ ഏതെങ്കിലും ബന്ധങ്ങളിൽ നല്ലൊരു ദൃഢത വേണം, ആ വ്യക്തിയുടെ കമ്മ്യൂണിക്കേഷൻ, ആ പേഴ്സൺ നിങ്ങളെ വളരെയധികം മനസ്സിലാക്കി നിങ്ങളുടെ ഒപ്പം ഉണ്ടായിരുന്നു എങ്കിലെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾ ഇങ്ങനെ എഴുതുക. ആ പേഴ്സൺ എന്നോടൊപ്പം ഉള്ളതിലും എന്നെ ആത്മാർത്ഥതയും സത്യസന്ധതയും മനസ്സിലാക്കി എന്നോടൊപ്പം ഞങ്ങൾ ഏറ്റവും സന്തോഷകരമാകുന്ന ഒരു ജീവിതത്തിലൂടെ കടന്നു പോകുന്നതിൽ ഞാൻ പ്രപഞ്ചശക്തിയോട് നന്ദി പറയുന്നു. അതുപോലെ കരിയർ ആണെങ്കിലും ഫിനാൻസ് ആണെങ്കിലും മറ്റെന്ത് ബന്ധങ്ങളാണെങ്കിലും ഇപ്പോൾ കരിയർ മേഖലയിലൊക്കെ ഒരുപാട് പ്രോബ്ലംസുകൾ ചില വ്യക്തികളിൽ നിന്ന് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. നമ്മളോട് എല്ലാം വാട്സപ്പിൽ ഇങ്ങനെ പറയുമ്പോൾ നമുക്കറിയാമല്ലോ. ആ വ്യക്തിയുടെ പേര് പറഞ്ഞ് ആ ബന്ധം ഏറ്റവും ദൃഢതയോടുകൂടി ആ വ്യക്തി എന്നെ മനസ്സിലാക്കി എന്നെ റെസ്പെക്റ്റ് ചെയ്ത് അല്ലെങ്കിൽ എൻ്റെ സാഹചര്യങ്ങളെ അക്സെപ്റ്റ് ചെയ്ത് വളരെ സന്തോഷത്തോടു കൂടി നല്ല ഒരു പോസിറ്റിവിറ്റി നൽകി എനിക്ക് മുന്നോട്ടേക്ക് പോകാൻ സാധിക്കുന്നത് ഞാൻ പ്രപഞ്ചശക്തിയോട് നന്ദി പറയുന്നു എന്ന് തന്നെ നിങ്ങൾ അഫർമേഷൻസ് എഴുതുക. അഫർമേഷൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സ്വപ്നങ്ങൾ എഴുതുക കേട്ടോ. അപ്പോൾ നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. ദ ഫൂൾ കാർഡിൻ്റെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്ന ഫസ്റ്റ് തന്നെ. അതായത് ഒരു പുതിയ തുടക്കത്തിലേക്ക് പല കാര്യങ്ങളെയും വിട്ട് പല എക്സ്പീരിയൻസ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് നല്ലതുപോലെ പഠിച്ച് വ്യക്തമായിട്ടൊരു തീരുമാനമെടുത്ത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു പുതിയ തുടക്കത്തിന് തയ്യാറായി നിൽക്കുന്ന ആളുകളുടെ എനർജിയാണ് കാണുന്നത്. ചിലരെ സംബന്ധിച്ച് എന്തെങ്കിലും പഠിക്കാനൊക്കെ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് അഡ്മിഷൻസും കാര്യങ്ങളൊക്കെ കിട്ടി നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ മാറ്റം, ഒരു പക്ഷേ ഒരു സ്ഥലത്തുനിന്ന് മറ്റു ദൂരേക്കുള്ളൊരു ലോങ് ഡിസ്റ്റൻസിലേക്കൊക്കെ നിങ്ങൾ പോകുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഉയർച്ചയിലേക്ക് പറക്കാൻ പോകുന്നു. നിങ്ങളുടെ ജീവിതം എന്ന് പറയുന്നതിലേക്ക് നിങ്ങൾ ശക്തമായിട്ടൊരു മാറ്റം വരുത്തി മുന്നോട്ടേക്ക് പോകാൻ തീരുമാനിക്കുന്നു. അതായത് ഭയത്തെ അതിജീവിച്ച് നിങ്ങൾ മുന്നോട്ടേക്ക് പോകാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് കറൻറ്റ്ലി നിങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. ചിലരെ സംബന്ധിച്ച് കരിയർ പാതയിൽ ഒരു പുതിയ തുടക്കം, ഒരു ചേഞ്ചിങ് ഒക്കെ വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്.
അപ്പോൾ അങ്ങനെ ഒരു എനർജിയിലേക്കാണ് നമുക്ക് സിറ്റുവേഷൻ വന്നിരിക്കുന്നത്. ആ ഫുൾ കാർഡാണ് കേട്ടോ. ഒന്നുകൊണ്ടും പേടിക്കേണ്ട. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ തുടക്കത്തിലേക്കാണ്, നിങ്ങൾ മാറ്റത്തിലേക്കാണ്. എല്ലാ രീതിയിലും കാര്യങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് നിങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നത്. ജീവിതം നിങ്ങൾക്ക് പ്രതിസന്ധികൾ നിങ്ങൾക്ക് വഴിമാറി തരുന്ന ഒരു സാഹചര്യമാണ്. നിങ്ങളിൽ തന്നെ ഉണ്ട് കഴിവും കാര്യങ്ങളുമെല്ലാം. അത് നിങ്ങൾ പ്രയോഗിക്കാനാണ് പറയുന്നത് കേട്ടോ. അതായത് മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യുക, മറ്റുള്ളവരിൽ ഫോക്കസ് ചെയ്യുക, അല്ലെങ്കിൽ മറ്റുള്ളവരെ നിങ്ങൾ എപ്പോഴും നോക്കിക്കൊണ്ട് നിൽക്കുന്ന, അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിങ്ങൾക്ക് ജീവിക്കണമെങ്കിൽ ആരുടെയെങ്കിലുമൊക്കെ പ്രസൻസ് ഉണ്ടെങ്കിൽ പറ്റുകയുള്ളൂ എന്നുള്ള ചിന്തയെല്ലാം നിങ്ങൾ പൂർണ്ണമായിട്ട് ഹീലാക്കണം. കാരണം അതൊന്നും സാധ്യമല്ല. നിങ്ങളെന്ന് പറയുന്ന പേഴ്സൻ്റെ എനർജിയിലേക്ക് നോക്കുമ്പം ഒറ്റയ്ക്ക് മുന്നോട്ട് പോയാൽ മാത്രമേ നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റുള്ളൂ. മറ്റുള്ളവരെ കൂട്ടുപിടിച്ചാലും, അതായത് പാർട്ട്ണർഷിപ്പ് ബിസിനസ്സൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊന്നും ഒരിക്കലും നിങ്ങൾക്ക് ഗുണകരമാകില്ല. അവിടെ നിങ്ങളെപ്പോഴും ചീറ്റിംഗ് ചെയ്യപ്പെടും, നിങ്ങളെ യൂസ് ചെയ്യപ്പെടുന്ന ഒരു എനർജിയെ കാണുന്നത്. മറ്റുള്ളവരെ കൂട്ടുപിടിച്ച് നിങ്ങൾ എന്ത് കാര്യം ചെയ്താലും. അപ്പോൾ ഈ ഒരു എനർജിയിൽ വന്നിരിക്കുന്നവർക്ക് വ്യക്തമായിട്ട് ഈ ഡിവൈൻ നൽകിയിരിക്കുന്നത്, നിങ്ങൾ ശക്തമായിട്ടും ഒറ്റയ്ക്ക് മുന്നോട്ടേക്ക് പോകുക. ഒറ്റയ്ക്ക് മുന്നോട്ടേക്ക് പോകാനുള്ള സമയമായി. വീണ്ടും നിങ്ങൾക്കൊരു അവസരം കൂടി കിട്ടാൻ പോകുന്നതായിട്ടാണ് കാണുന്നത്. നല്ലതുപോലെ ഉപയോഗിക്കുക കേട്ടോ. അതായത് ബുദ്ധി പ്രയോഗിച്ച് തുടങ്ങാനാണ് പറയുന്നത്. വാക്കുകളും പ്രവർത്തികളിലുമെല്ലാം ഒരു ആലോചനയോട് കൂടി, ഒരു എന്താ പറയുക, നമ്മൾ ഒന്നുകൂടി ചിന്തിച്ച് ഒരു 2 വട്ടം അല്ലെങ്കിൽ 3 വട്ടവും കൂടി ചിന്തിച്ച് ആക്ഷൻ എടുക്കുക. സഡൻ ആക്ഷൻ എടുക്കരുത്. കാരണം നിങ്ങൾ തന്നെ ഒരു മൂർച്ചയേറിയ, 2 വശങ്ങളും മൂർച്ചയുള്ളൊരു വാളാണ് നിങ്ങൾ തന്നെ. അപ്പം നിങ്ങൾ ഉപയോഗിക്കുന്നതിൽ തെറ്റുപറ്റിയാലും നിങ്ങൾക്ക് മുറിവേൽക്കപ്പെടുമെന്നുള്ള ഒരു അവസ്ഥയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഏത് വശങ്ങളിലേക്ക് നിങ്ങൾ നോക്കിയാലും എന്ത് ചെയ്യണം, വളരെ ശ്രദ്ധയോടുകൂടി നിങ്ങളുടെ ബുദ്ധി പ്രയോഗിക്കുക. ഇമോഷണലി നിങ്ങൾ അടിമപ്പെടുന്ന വ്യക്തികളാണ്. ആ ഇമോഷണൽ അറ്റാച്ച്മെൻറ്റിൽ നിന്ന് നിങ്ങൾ ചിന്തിക്കുക, ബുദ്ധിപൂർവ്വം ചിന്തിച്ച് പ്രവർത്തിക്കുക എന്നാണ്. അത് നിങ്ങളുടെ ജീവിതത്തിലെ പുതിയ തുടക്കമാണ് കേട്ടോ. തീർച്ചയായിട്ടും നമുക്കിവിടെ പറയുന്ന എനർജിയിൽ ആരംഭ സമയമാണ്. മാറണം. ഈ നിമിഷം മുതൽ നിങ്ങൾ മാറണം. നിങ്ങളുടെ തോട്ട്സുകളെ മാറ്റണം. റൈറ്റ് ഹീലിംഗ് തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യണം. ഇനിയും എന്തെങ്കിലും കരട് കിടപ്പുണ്ടെങ്കിൽ അതുപോലെ അഫർമേഷൻസ് എഴുതണം. എല്ലാ ദിവസവും നിങ്ങളുടെ സ്വപ്നം വെറുതെ എഴുതി അങ്ങ് വെച്ചേക്കുക. അതിൻ്റെ പുറകെ പിന്നെ നോക്കണ്ട. നിങ്ങൾ ഏത് അവസ്ഥയിൽ, നിങ്ങൾ ലോജിക്കിലല്ല മാജിക്കിൽ വിശ്വസിക്കണം എന്നാണ് ഇവിടെ കാണിക്കുന്നത്. നിങ്ങൾ അറിയാണ്ട് തന്നെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് മിറാക്കിൾ സംഭവിക്കും എന്ന വിശ്വാസത്തോടു കൂടി നിങ്ങൾ അഫർമേഷൻസ് എഴുതണം. പ്ലസ് നിങ്ങൾ റൈറ്റ് ഹീലിംഗ് ചെയ്യണം. ഇനിയും നിങ്ങളുടെ ഉള്ളിൽ കിടക്കുന്ന ചെറിയ ചെറിയ കരടുകൾ, വ്യക്തികൾ, അവരുടെ ഓർമ്മകളെ നിങ്ങൾ എഴുതി കത്തിച്ച് നിങ്ങളിൽ നിന്നും പൂർണ്ണമായും പുറന്തള്ളിക്കളയണം. ഇത് നിങ്ങൾക്ക് സെക്കൻഡ് ചാൻസ് ആയിട്ടാണ് നമുക്ക് എനർജി കാണുന്നത്. ഡിസംബർ മാസത്തിൻ്റെ എനർജി, അതുപോലെ തന്നെ മാർച്ച് മാസത്തിൻ്റെ എനർജി, ഏപ്രിൽ മാസത്തിൻ്റെ എനർജി വളരെ സ്ട്രോങ് ആയിട്ട് വന്ന് നിൽപ്പുണ്ട്. അതുപോലെ തന്നെ മെയ് മാസത്തിൻ്റെ എനർജിയും സ്ട്രോങ് ആയിട്ട് നിൽപ്പുണ്ട് കേട്ടോ. തീർച്ചയായിട്ടും ഇത്രയും എനർജികൾ നമുക്ക് ഓൾറെഡി കണക്റ്റഡ് ആയിട്ട് തന്നെയാണ് ഈ റീഡിങ്സിൽ കാണാൻ പറ്റുന്നത്. ഇനി എനർജികൾ കണക്റ്റഡ് ആകുന്നുണ്ടെങ്കിൽ ഞാൻ ക്ലിയർ ചെയ്ത് പറയാം കേട്ടോ. ടെമ്പറൻസ് എനർജിയിലേക്ക് പോകാനാണ് പറയുന്നത്. ഇംബാലൻസിൽ നിന്നും ബാലൻസിലേക്ക് വരണം. നിങ്ങളുടെ ലൈഫ് ബാലൻസ് ആവുകയാണ്. അതായത് ബ്ലെസ്സിങ്സിലാണ്. നിങ്ങൾക്ക് ദൈവികമാകുന്ന അനുഗ്രഹത്തിൻ്റെ സമയമാണ് നെക്സ്റ്റ് മന്ത് എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് ഇവിടെ ബുദ്ധിയുടെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് കേട്ടോ, കാണിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾ ശരിക്കും ബുദ്ധി ഉപയോഗിക്കേണ്ട സമയമാണ്. ശരിക്കും നമുക്ക് ഇതിനകത്തേക്ക് നോക്കുമ്പം ഒരു കൊടുങ്കാറ്റ് പോലെ, അതായത് നിങ്ങൾ വേഗത്തിൽ നിങ്ങളുടെ ലൈഫിൽ ചേഞ്ചിങ് വരുത്താൻ സാധിക്കും. തീർച്ചയായിട്ടും നിങ്ങളോട് ഇവിടെ പറയുന്ന ഒരു കാര്യം, നിങ്ങൾക്ക് എന്തൊക്കെയാണോ കൺഫ്യൂഷൻ ഉണ്ടായിരുന്ന, പോരായ്മകൾ ഉണ്ടായിരുന്നത്, അതെല്ലാം, അതായത് നിങ്ങളുടെ മോശവും നല്ലതും എല്ലാം ബാലൻസ് ആകുന്നു. അതൊക്കെ കറക്റ്റ് ചെയ്ത് കണക്റ്റഡ് ആകുന്നു എന്നാണ് കാണുന്നത്. അതായത് കുറവുകൾ ഉണ്ടായിരുന്നെങ്കിൽ, നിങ്ങളെ ഒറ്റപ്പെടുത്തുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ, നിങ്ങളെ അപമാനിച്ച സിറ്റുവേഷൻസുകൾ ഉണ്ടായിരുന്നെങ്കിൽ, നിങ്ങൾക്ക് ഒരുപാട് ലോസ് ഫീലിങ്സ്, നിസ്സഹായതയോടുകൂടി നിൽക്കേണ്ടി വന്ന ഫീലിങ്സ്, നിങ്ങളെ ചൂഷണം ചെയ്ത ചില സാഹചര്യങ്ങൾ, ഇതെല്ലാം നിങ്ങളുടെ നെഗറ്റീവ് ഭാഗമായിട്ടാണ് കാണാൻ പറ്റുന്നത്. അതെല്ലാം നിങ്ങളുടെ പോസിറ്റീവ്, അതൊക്കെ നിങ്ങൾക്ക് ഈ ഉർവശി ശാപം ഉപകാരമായി എന്ന് പറഞ്ഞൊരവസ്ഥയിലേക്കാണ് മാറുന്നത്. ഇന്നലെ വരെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചതെല്ലാം ഇനി നിങ്ങൾക്ക് ഉപകാരമാണ്. അതായത് നിങ്ങൾ എവിടേക്കാണോ ഇതെല്ലാം നേരിട്ടത് അതെല്ലാം നിങ്ങൾക്ക് ഉപകാരമാണ്. അങ്ങനെ ചെയ്തതും ചെയ്യിച്ചതുമെല്ലാം പ്രപഞ്ചമാണ്. നാളെ നിങ്ങൾക്ക് മുന്നിൽ ഇതെല്ലാം പരിഹാരമായിട്ട് വരും. ഇതെല്ലാം നിങ്ങൾക്ക് ഉപകാരമായി തീരും. അതായത് മാറ്റി നിർത്തിയതെടുത്തെല്ലാം നിങ്ങൾക്ക് മാറി നിൽക്കാൻ ആഗ്രഹം തോന്നും.
അവഗണിച്ചതെല്ലാം നിങ്ങളിൽ നിന്നും തിരിച്ചെടുത്തതെല്ലാം നിങ്ങൾക്ക് വേണ്ട എന്ന് തോന്നും. അതൊക്കെ നിങ്ങൾക്ക് അനുകൂലമായിട്ട് വരികയും എന്നാൽ നിങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ലാതെ വരികയും ചെയ്യും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് രണ്ട് സിറ്റുവേഷൻസും നെഗറ്റീവും പോസിറ്റീവുമായി നിങ്ങളുടെ ജീവിതത്തിലെ എക്സ്പീരിയൻസുകൾ നിങ്ങൾക്ക് ബാലൻസ് ആണ്. അതായത് അത് നിങ്ങൾക്ക് ഉപകാരമായി തീരുന്ന സിറ്റുവേഷൻസാണ് കാണുന്നത് കേട്ടോ. അതുപോലെ തന്നെ ഒരുപാട് ഇമോഷണൽ ബാലൻസ് വരാൻ പോകുന്നുണ്ട് കേട്ടോ. അതായത് മറ്റുള്ളവരോട് നിങ്ങൾക്ക് ഇമോഷണലി ഒരുപാട് കണക്റ്റഡ് ആയ സിറ്റുവേഷൻസിൽ നിന്നും നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു എനർജിയിലേക്ക് വരുന്നുണ്ട്. മാത്രവുമല്ല നിങ്ങളുടെ ഇന്നർ ഗൈഡൻസ്, നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾക്ക് തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഒരു പക്ഷേ നിങ്ങൾക്ക് പാസ്റ്റിലേക്ക് നോക്കുമ്പോൾ, മുൻ സമയങ്ങളിൽ നോക്കുമ്പോൾ നിങ്ങളെ കൺട്രോൾ ചെയ്യാൻ പറ്റാതെ പോയിട്ടുണ്ടാവാം. അതായത് നിങ്ങൾ പിടിച്ചാൽ കിട്ടാത്ത വിധം നിങ്ങളുടെ മനസ്സ് മറ്റു കാര്യങ്ങളിലൂടെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നുവെങ്കിൽ നിങ്ങൾക്കിനി നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതിനപ്പുറത്തേക്ക് നിങ്ങൾക്കെല്ലാം ബാലൻസിൽ കൊണ്ടുവരാൻ പറ്റും. വളരെ വ്യക്തമായിട്ടുള്ള ഒരു ശക്തമായ തിരിച്ചുവരവ് തന്നെയാണ് അവിടെയും നമുക്ക് കാണാൻ സാധിക്കുന്നത് കേട്ടോ. ശരിക്കും നിങ്ങളിനി നിങ്ങളുടെ ജീവിതമെന്ന് പറയുന്നത് പോസിറ്റീവായിട്ട് എക്സ്പീരിയൻസ്, ആക്ഷൻ, പുതിയ തുടക്കങ്ങൾക്ക് വേണ്ടിയിട്ട് ആക്ഷൻ എടുക്കാൻ പറ്റുമെന്നാണ് കാണുന്നത്. പിന്നെ മൂൺ എനർജിയുടെ പ്രസൻസ് വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും ട്രാപ്പ് ഫീലിങ്സ്, അതായത് ട്രാപ്പ് ഫീലിങ്സ് അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഭയം ഉണ്ടായിരുന്നെങ്കിൽ, ഫ്യൂച്ചറിനെ കുറിച്ചുള്ള ആൻസൈറ്റി, ഡിപ്രഷനൊക്കെ നിങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ, അതുപോലെ നിങ്ങൾക്ക് ബ്ലാക്ക് മാജിക് പ്രസൻസ്, മറ്റുള്ളവരുടെ ശത്രുത എനർജി ഉണ്ടായിരുന്നു കേട്ടോ. നിങ്ങളെ മറ്റുള്ളവർ ഫോക്കസ് ചെയ്യുന്നുണ്ടായിരുന്നു. അത് നിങ്ങൾക്ക് ദൃഷ്ടിദോഷം പോലെയും ശത്രുതാഭാവത്തോടെയും നിങ്ങൾക്ക് നല്ലത് വരരുതെന്ന് ചിന്തിച്ച് നിങ്ങളോടൊപ്പം തന്നെ സ്നേഹത്തിൻ്റെ ഭാഷയിൽ നിങ്ങളോടൊപ്പം നിന്ന് നിങ്ങളുടെ ശത്രുക്കളുടെ വീഴ്ച കാണാൻ പറ്റും. നമുക്കൊരാളുടെ വീഴ്ച കണ്ട് സന്തോഷിക്കുക എന്നതൊന്നും ആവശ്യമുള്ള കാര്യമല്ല. പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ ബന്ധിപ്പിച്ച് നിർത്തിയ, നിങ്ങളെ എപ്പോഴും മോശമാക്കി കണക്റ്റ് ചെയ്ത് നിങ്ങളുടെ എല്ലാം അറിഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് വീണ്ടും വീണ്ടും നെഗറ്റീവ് എനർജിയുടെ പ്രസൻസ് തന്നുകൊണ്ടിരുന്ന വ്യക്തികളുടെ വീഴ്ച നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഒരു മൂൺ എനർജിയുടെ പ്രസൻസിൽ നിന്നും നിങ്ങൾക്ക് സ്വയം പുറത്ത് കടക്കാൻ പറ്റും. അതായത് ഇമോഷണൽ ബാലൻസിലേക്ക് വരാൻ പറ്റും. പെട്ടുകിടന്ന ചില സാഹചര്യത്തിൽ നിന്നും നിങ്ങൾക്ക് പുറത്ത് കടക്കാൻ പറ്റുമെന്നൊരു എനർജിയാണ് കാണുന്നത്. കൺഫ്യൂഷൻ എന്ന ചിന്ത മാറണം കേട്ടോ നിങ്ങൾക്ക്. അതിവിടെ മെയിനായിട്ട് നിങ്ങളെ ബന്ധനത്തിലാക്കുന്നുണ്ട് കേട്ടോ. കൺഫ്യൂഷൻ, അതായത് ഉറച്ച തീരുമാനമെടുക്കാൻ പറ്റാതെ, തീരുമാനങ്ങളിൽ മിസ്റ്റേക്ക് വരുന്നുണ്ടെങ്കിൽ അതിലൊന്ന് ശ്രദ്ധിക്കണം. പിന്നെ നിങ്ങൾക്ക് എന്താ പറയുക, നിങ്ങളെന്താണോ തേടിപ്പൊയ്ക്കൊണ്ടിരുന്നത്, നിങ്ങൾ ആരെങ്കിലും ഫോളോ ചെയ്തുകൊണ്ട് എപ്പോഴും ആരെങ്കിലും നിങ്ങൾ ഫോളോ ചെയ്തുകൊണ്ടിരുന്ന വ്യക്തികളാണെങ്കിൽ, ആരിലേക്കെങ്കിലും നിങ്ങൾ പൊയ്ക്കൊണ്ടിരുന്ന വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങളിലേക്ക് അട്രാക്റ്റഡ് ആകുന്നു. നിങ്ങൾ മറ്റെവിടെയെങ്കിലും അട്രാക്റ്റഡ് ആയിട്ട് നിങ്ങളിങ്ങനെ നിങ്ങളുടെ സമയവും സാഹചര്യങ്ങളും എല്ലാം കളഞ്ഞ് നിങ്ങൾ പൊയ്ക്കൊണ്ടിരുന്ന വ്യക്തിയാണെങ്കിൽ ഇനി നിങ്ങളിലേക്ക് അങ്ങനെയുള്ള സിറ്റുവേഷൻസ് തിരിച്ചു വരുന്നു. അത് റിലേഷൻഷിപ്പ് ആവാം, അതല്ലെങ്കിൽ മറ്റ് ഫിനാൻഷ്യൽ സംബന്ധമായ കാര്യങ്ങളാവാം. നിങ്ങളെ വിട്ടുപോയ പലതും നിങ്ങളെ തേടി വരുന്നു എന്നാണ് നമുക്ക് നെക്സ്റ്റ് എനർജിയിൽ കാണുന്നത്. സ്റ്റിൽ വെയിറ്റിംഗ് ആയിരുന്ന, നിങ്ങൾ കാത്തിരുന്ന ചില കാര്യങ്ങളാണ് നിങ്ങളെ തേടി വരുന്നത്. കൂടാതെ തന്നെ ഇനി നിങ്ങൾക്കൊരു പവർഫുള്ളായൊരു സിറ്റുവേഷൻസ് ആണ് കേട്ടോ. മസ്കുലൻ എനർജിയിലൊക്കെ ഉള്ളവർക്ക് വളരെ സ്ട്രോങ് ആയ നല്ലൊരു പൊസിഷനിൽ ഇരിക്കാനും തീരുമാനങ്ങൾ എടുക്കാനും നിങ്ങളുടെ വാക്കിനും പ്രവർത്തിക്കുമെല്ലാം പ്രൗഡായിട്ടുള്ള, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ റെസ്പെക്റ്റ്, അല്ലെങ്കിൽ മറ്റുള്ളവർ നിങ്ങളിൽ നിന്നും എന്താണ് നെക്സ്റ്റ് ആക്ഷൻ എന്നിങ്ങനെ നോക്കി നിൽക്കേണ്ടി വരുന്ന ചില സാഹചര്യങ്ങൾ നമുക്ക് എനർജിയിൽ കാണാൻ പറ്റുന്നുണ്ട്. ഫാമിലിപരമാകുന്ന ചില പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെടും കേട്ടോ. അത് സാമ്പത്തികമായിട്ടാണെങ്കിലും ബന്ധങ്ങൾക്കിടയിലാണെങ്കിലുമൊക്കെ ഫാമിലിപരമായിട്ടുണ്ടായിട്ടുള്ള എല്ലാ പ്രോബ്ലംസുകളും മാറി വളരെ പോസിറ്റീവായ, വളരെ സ്ട്രോങ് ആയ ഒരു സിറ്റുവേഷൻസിലേക്ക്, അതായത് സമാധാനമുണ്ടാകും നിങ്ങൾക്ക്. കുടുംബക്കാരുമായിട്ടൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കിനി സമാധാനം ഉണ്ടാവാൻ പോവുകയാണ്. അതായത് നിങ്ങൾക്ക് വിലയുണ്ടാകാൻ പോകുന്നു. നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യേണ്ടി വരുന്നു. നിങ്ങളോട് ചോദിച്ച് തീരുമാനങ്ങൾ എടുക്കേണ്ടി വരുന്ന ഒരവസ്ഥ, നിങ്ങളുടെ ആവശ്യം നിങ്ങളുടെ കുടുംബ ബന്ധങ്ങളിൽ, കുടുംബക്കാർക്കിടയിൽ ഇനി മുന്നോട്ടേക്ക് ഉണ്ടാവാൻ പോകുന്നു. മസ്കുലൻ എനർജിക്കാണ് കേട്ടോ അത് കിട്ടുന്നത്.
സ്ട്രോങ് ആയിട്ട് നിങ്ങൾക്കൊരു വാല്യുബിൾ ആക്കുന്ന ഒരു ലൈഫ് സിറ്റുവേഷൻസ് വരാൻ പോകുന്നു. തീർച്ചയായിട്ടും ഇതൊക്കെ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ നെഗറ്റീവ് തോട്ട്സ് മാറണം കേട്ടോ. ഞാനിതൊക്കെ നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകുന്നു, പ്രകൃതി നിങ്ങളിലേക്ക് നൽകുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ അതിനെ സ്വീകരിക്കണം കേട്ടോ. ഞാനാണ്, എന്നിൽ മാറ്റമുണ്ട് എന്നുള്ളത് കേട്ടോ. അതുപോലെ കുറച്ച് തലവേദനയൊക്കെ അവസാനിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ പ്രാർത്ഥന, നിങ്ങളുടെ മനസ്സ് തുറന്നുള്ള പ്രാർത്ഥനയുടെ ഫലമായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഒരുപാട് പ്രോബ്ലംസുകൾ സൃഷ്ടിച്ചുകൊണ്ടിരുന്ന, നിങ്ങൾ ആഗ്രഹിച്ച് ഫോക്കസ് ചെയ്തിരുന്ന ചില കാര്യങ്ങൾ, ചില തലവേദന പിടിച്ച ചില കേസുകളൊക്കെ നിങ്ങളിങ്ങനെ തലയിൽ ചുമന്നുകൊണ്ട് നടക്കുന്നുണ്ടായിരുന്നു. അതിനൊക്കെ ഒരു എൻഡിങ് വരുന്നുണ്ട് കേട്ടോ. അവിടെ നിന്ന് അത് അവസാനിപ്പിക്കാൻ ചിലരെ സംബന്ധിച്ച് ചിലതൊക്കെ ഉപേക്ഷിക്കേണ്ട സമയമാണ്. ചിലരെ സംബന്ധിച്ച് ചിലതെല്ലാം അവസാനിച്ചു പോകുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. അതും ഫാമിലിപരമാകുന്ന, കുടുംബപരമാകുന്ന, സാമ്പത്തികപരമാകുന്ന ചില പ്രശ്നങ്ങളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഒരു പക്ഷേ ഒരു പ്രാർത്ഥനയുടെ ഫലമായിട്ട് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്കൊരു തിരിച്ചറിവ് വരുന്നുണ്ട്. ചിലത് വേണ്ട എന്ന് വെക്കുന്നുണ്ട്. ചിലരെ സംബന്ധിച്ച് ആ നിൽക്കുന്നിടത്ത് നിന്നും മറ്റൊരിടത്തേക്ക് നിങ്ങൾ മൂവ് ഓൺ ചെയ്തു പോകുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. അതുപോലെ നമുക്കിവിടെ സമയം, കാലം മാറുന്നുണ്ട് കേട്ടോ. കുറച്ച് ആളുകളുടെ എനർജിയിലേക്ക് ചെറിയൊരു ചീറ്റിംഗ് പ്രസൻസ് വരാൻ സാധ്യതയുണ്ട് കേട്ടോ. ഒരു ലേഡി പ്രസൻസിൻ്റെ എനർജിയാണ്. ടീച്ചിങ് ഫീൽഡിലുള്ളവരൊക്കെ ഒന്ന് സൂക്ഷിക്കണം കേട്ടോ. നിങ്ങളൊരു പക്ഷേ കാലത്തിന് അനുകൂലമാകും, നിങ്ങൾക്ക് സാഹചര്യങ്ങൾ അനുകൂലമാകുമെന്ന് ചിന്തിച്ചിരുന്ന ചില കാര്യങ്ങൾ ചീറ്റിംഗ് പ്രസൻസിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. ടീച്ചിങ് ഫീൽഡ്, അതായത് മറ്റുള്ളവർക്ക് അറിവ് പകർന്നു കൊടുക്കുന്ന, അതൊരു മോട്ടിവേഷൻ സ്പീക്കർ ആവാം, ടീച്ചിങ് ഫീൽഡിലുള്ളവരാവാം, അതല്ലെങ്കിൽ ആധികാരികമായിട്ട് അറിവുള്ള വ്യക്തികൾ, മറ്റുള്ളവർക്ക് അറിവ് പകർന്നു കൊടുക്കുന്ന ഏത് മേഖലയിലുള്ള എനർജിയിലുള്ളവർക്കുമാകാം. ഒരു ഗുരുസ്ഥാനത്തിരിക്കുന്ന വ്യക്തിയുടെ പ്രസൻസിലാണ് ഒരു ചീറ്റിംഗ് കാണുന്നത്. അതായത് അങ്ങനെ ഒരു പൊസിഷനിലൂടെ കടന്നു പോകുന്ന നിങ്ങൾ അറിയാതെ ഒരു വിശ്വാസ വഞ്ചന നേരിടേണ്ടി വരും. നിങ്ങൾ വിശ്വസിച്ച്, അല്ലെങ്കിൽ നിങ്ങൾക്ക് വളരെ പ്രാധാന്യമുള്ള ഒരു വ്യക്തിയിൽ നിന്നും ചീറ്റിംഗ് ലഭിക്കാൻ സാധ്യതയുണ്ട്. നെക്സ്റ്റ് മന്ത് സൂക്ഷിക്കുക കേട്ടോ. ഏസ് ഓഫ് പെന്റിക്കിൾസിൻ്റെ എനർജി വന്നിട്ടുണ്ട്. ഷെയർ ചെയ്തൊക്കെ ഇല്ലേ, പാർട്ട്ണർഷിപ്പിലൊക്കെ ബിസിനസ്സൊക്കെ ചെയ്ത് അതിനകത്ത് എന്തെങ്കിലും തകർച്ചയോ വീഴ്ചകളൊക്കെ ഉള്ള വ്യക്തികൾക്ക് കരകയറാൻ പറ്റും കേട്ടോ. അതിൽ നിന്നും പുതിയ ഓപ്പർച്യൂണിറ്റീസ്, അവസരം നിങ്ങൾക്ക് വരുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ നല്ലൊരു മാറ്റം അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചിലരെ സംബന്ധിച്ച് ചില ടോക്സിക് ആകുന്ന കാര്യങ്ങൾ, ഒരു ജഡ്ജ്മെൻറ്റ് ലഭിക്കുന്നുണ്ട് കേട്ടോ. അതായത് പാസ്റ്റിലെ ചില കാര്യങ്ങളിൽ നിങ്ങളിങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ, വിട്ട് കളയാൻ പറ്റുന്നില്ല എന്നൊരു ചിന്തയോടുകൂടി നിങ്ങളിങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ, ഒരു ജസ്റ്റിസ്, ഒരു നീതി വേണമെന്ന വാശിയോടുകൂടി നിൽക്കുന്ന വ്യക്തികളെ സംബന്ധിച്ച് അവിടെ ഒരു ജസ്റ്റിസ് കിട്ടുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്കൊരു പക്ഷേ അത് പോസിറ്റീവ് ആകാം, അല്ലെങ്കിൽ നെഗറ്റീവ് ആകാം, എന്നാലും നിങ്ങൾക്ക് അവിടെ ഒരു പൂർണ്ണത കിട്ടുന്നുണ്ട്, ഒരു എൻഡിങ്. അതായത് ഒരു കാര്യത്തിന് ഒരു ഉറപ്പില്ലായ്മയിൽ നിന്നും ഒരു തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നുണ്ട് കേട്ടോ. പിന്നെ ഓവർ തിങ്കിങ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് കേട്ടോ നെക്സ്റ്റ് മന്ത്. ഫാമിലിപരമാകുന്ന ചില കാര്യങ്ങളെ കണക്റ്റ് ചെയ്ത് ഓവർ തിങ്കിങ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഓവറായിട്ട് ചിന്തിക്കേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻസ് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. അത് ഇമോഷണലി നിങ്ങൾക്കൊരു ദുഃഖം, ഒരു ഒറ്റപ്പെടൽ, അല്ലെങ്കിൽ ഒരു അവഗണന, മാറ്റി നിർത്തുന്നു. ഭാര്യ ഭർത്തൃ ബന്ധത്തെയൊക്കെ കണക്റ്റ് ചെയ്താണ്. അതുപോലെ തന്നെ ഹെയറോഫെൻറ്റിൻ്റെ എനർജിയും വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും കാര്യങ്ങളെക്കുറിച്ച് ഒരു ദീർഘവീക്ഷണം ഉണ്ടാവണം. കുറച്ച് ദൈവിക കാര്യങ്ങളിലൊരു പ്രാധാന്യം കൊടുക്കണം കേട്ടോ. ഈ ഒരു മാസം എന്ന് പറയുന്നത്, ഇനി വരുന്ന മാസം കുറച്ച് പ്രാർത്ഥന, കുറച്ച് ദൈവികമാക്കുന്ന കാര്യങ്ങളിൽ ഒരു പൂർണ്ണത കൊടുക്കണം. അതായത് മറ്റ് ചില കാര്യങ്ങളിൽ നിന്ന്, ഓവർ തിങ്കിങ്ങിൽ നിന്നും, അതുപോലെ തന്നെ പഴയ ചില ഓർമ്മകളിൽ നിന്നൊക്കെ ഒന്ന് പുറത്തേക്ക് കടക്കാൻ വേണ്ടി കുറച്ച് ഒരു പക്ഷേ ഒരു ദൈവികപരമാകുന്ന ഒരു യാത്രകളോ മറ്റുമൊക്കെ അവസരങ്ങൾ ഒക്കുവാണെങ്കിൽ അതൊന്നും കളയരുത് കേട്ടോ. അതുപോലെ തന്നെ കുറച്ചൊരു ഒരു ഏകാന്തത, കുറച്ചൊന്ന് ഒറ്റയ്ക്ക് ഇരിക്കാൻ പറ്റുന്ന സമയങ്ങളിൽ കുറച്ച് മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റുമ്പോഴൊക്കെ, എപ്പോഴൊക്കെയാണോ, അതായത് ഒരു സമയമൊന്നും അതിന് വേണ്ടി കാണണ്ട, നിങ്ങൾക്ക് എപ്പോഴാണോ ഏതൊക്കെ ദിവസങ്ങളാണോ അതിനൊക്കെ ഒത്തുവരുന്നത്, ആ സമയത്തൊക്കെ നിങ്ങളിലേക്കൊന്ന് ഇറങ്ങി ചെല്ലുക, അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ചൊന്ന് പൂർണ്ണമായിട്ട് അറിയാൻ ശ്രമിക്കുക. അതൊക്കെ നെക്സ്റ്റ് മന്ത് വളരെ അത്യാവശ്യമാണ് കേട്ടോ. അതുപോലെ തന്നെ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ മാറാൻ വേണ്ടിയിട്ട് കുറച്ച് പ്രാർത്ഥന, മെഡിറ്റേഷൻസ് ഒക്കെ നല്ലതാണ്. സ്ട്രോങ് ആയിട്ടുള്ള ചില തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും കേട്ടോ നെക്സ്റ്റ് മന്ത്. കുറച്ച് സ്ട്രോങ് ആയിട്ട് ചില കാര്യങ്ങളൊക്കെ
കരിയർ പാതയെ ബേസ് ചെയ്തും ട്രാവലിങ്ങിനെയൊക്കെ ബേസ് ചെയ്താണ് കേട്ടോ. ഫ്യൂച്ചറിനെയും കണക്ട് ചെയ്താണ്. കുറച്ച് സ്ട്രോങ് ആയിട്ട് കൺഫ്യൂഷനൊക്കെ മാറ്റി വെച്ച് കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള ഒരു തീരുമാനങ്ങളിലേക്ക് ലൈഫ് കൊണ്ടുപോകേണ്ടി വരുന്നുണ്ട്. അതുപോലെ നമുക്ക് പിന്നെ കാണാൻ പറ്റുന്നൊരു എനർജി എന്ന് പറഞ്ഞാൽ ചില കാര്യങ്ങൾ, ചില ബന്ധങ്ങൾ, ചില കാര്യങ്ങളൊക്കെ നെക്സ്റ്റ് മന്ത് നിങ്ങളുടെ ലൈഫിൽ നിന്നും അവസാനിച്ചു പോകുന്നുണ്ട് കേട്ടോ. ഒരു പക്ഷേ വളരെ എൻജോയ് ചെയ്തിരുന്ന അല്ലെങ്കിൽ പോസിറ്റീവായിട്ട് തോന്നിയ ചില ബന്ധങ്ങളിലെ ചില നെഗറ്റീവ് വശങ്ങൾ മനസ്സിലാക്കേണ്ടി വരുന്നുണ്ട്. അത് പൂർണ്ണമായിട്ടും അവസാനിപ്പിച്ച് കളയേണ്ടി വരുന്നുണ്ട്. അപ്പോൾ ചില ബന്ധങ്ങൾ ചിലരെ സംബന്ധിച്ച് അതൊരു ഫാമിലി ലൈഫും കണക്റ്റഡ് ആകുന്നുണ്ട് കേട്ടോ. ഒരു മാര്യേജ് സംബന്ധമാകുന്ന സിറ്റുവേഷൻസിലേക്ക് എത്തിയ ബന്ധമാവാം, അല്ലെങ്കിൽ മാര്യേജ് എനർജിയിലൂടെ കടന്നു പോകുന്നവരുടേതാവാം, അതല്ലെങ്കിൽ വളരെ സെലിബ്രേറ്റ് വളരെ പോസിറ്റീവായിട്ട് ഫീൽ ചെയ്ത ചില ബന്ധങ്ങളാവാം. തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ നിന്നും ചില കാര്യങ്ങൾ പൂർണ്ണമായിട്ടും അവസാനിപ്പിച്ച് കളയേണ്ടി വരുന്നുണ്ട്, എടുത്തു മാറ്റപ്പെടുന്നുണ്ട്. അത് ഏകദേശം ഡിവൈൻ്റെ ഒരു തീരുമാനവും കൂടിയാണ് കേട്ടോ. നിങ്ങളിൽ നിന്നും എടുത്തു കളയുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അതിലൊന്നും, അതായത് എന്തെങ്കിലുമൊക്കെ ലൈഫിൽ അവസാനിക്കുന്നുണ്ടെങ്കിൽ അതിനൊന്നും ഓർത്ത് ദുഃഖിക്കേണ്ട. റിലേഷൻഷിപ്പിൽ ചില വ്യക്തികളുടെ ബന്ധത്തിൽ സെപ്പറേറ്റഡ് ആയിരുന്ന ചില ബന്ധങ്ങളെന്നാൽ കൂടിച്ചേരുന്നുണ്ട്. ചിലത് ലൈഫിൽ നിന്നും വിട്ടുപോകുമ്പോൾ ചിലരുടെ എനർജികളിൽ കുറച്ച് ആളുകൾക്ക് സൗഭാഗ്യം വന്നു ചേരുന്നുണ്ട്, പുതിയൊരു തുടക്കം ജീവിതത്തിലേക്ക് വരുന്നുണ്ട്. നിങ്ങൾക്കിടയിൽ ഒരു ബൗണ്ടറി ഉണ്ടായിരുന്ന ഒരു എപ്പോഴും ഒരു മാനസിക വിഷമവും ഭയവും ഒക്കെ നൽകിയ ചില കാര്യങ്ങൾ, ഒരു ക്ലാരിറ്റി ഇല്ലാതെ നിന്ന ഇതെന്താണ്, ഇത് ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ ഉള്ളൊരു കൺഫ്യൂഷനൊക്കെ മനസ്സിലുണ്ടാവാറില്ലേ? ബന്ധത്തെക്കുറിച്ചൊരു ക്ലിയറൻസ് ഇല്ലാതിരുന്ന ചില ബന്ധങ്ങൾ നിങ്ങൾക്ക് റീയൂണിയൻ പ്രസൻസ് ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡോട് കൂടി കുറച്ച് സംസാരിച്ച് ക്ലാരിറ്റി വരുത്തി തുടങ്ങുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ സാമ്പത്തികപരമായിട്ടും നിങ്ങളുടെ പൊസിഷനായിട്ടും നിങ്ങൾക്ക് ശുക്രദശ വരുന്നുണ്ട് കേട്ടോ. ലക്ഷ്മി കടാക്ഷം എന്നൊക്കെ പറയില്ലേ, സാമ്പത്തികപരമാകുന്ന ബ്ലോക്കേജ് ഒക്കെ ഉണ്ടായിരുന്ന നിങ്ങളുടെ ഉറക്കം കെടുത്തിയ ചില സാഹചര്യങ്ങൾ, ഫിനാൻഷ്യൽ സംബന്ധമാകുന്ന ചില പ്രശ്നങ്ങൾ, ഫ്യൂച്ചർ പ്ലാനിങ്ങുകൾ, അബണ്ടൻസിന് വേണ്ടിയിട്ടൊക്കെ കാത്തിരുന്ന വ്യക്തികൾക്ക് അതെല്ലാം ആ ഒരു തടസ്സങ്ങൾ അല്ലെങ്കിൽ നിങ്ങളെ സ്ട്രഗിൾ ചെയ്യിപ്പിച്ചുകൊണ്ടിരുന്ന സിറ്റുവേഷൻസ് അവസാനിച്ച് പുതിയ തുടക്കത്തിലേക്ക്, പുതിയ വിജയത്തിലേക്ക്, ഒരു സക്സസ് എനർജിയിലേക്ക് ആളുകളുടെ എനർജി മാറുന്നുണ്ട് കേട്ടോ, കുറേ ആളുകളുടെ. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റീവായിട്ട് ചിന്തിച്ച് മുന്നോട്ട് പോകുക, ബുദ്ധിപൂർവ്വം കാര്യങ്ങളെ കാണുക. ഇമോഷൻസ് വെച്ച് ഒരു കാര്യങ്ങളിലും നിങ്ങൾ ഈ വരുന്ന മാസം ഒരു കാര്യവും ചെയ്യരുത്. അവിടെയെല്ലാം ലോജിക്ക്, അതായത് ബുദ്ധിപൂർവ്വം നിങ്ങൾ കാര്യങ്ങളെ ഒന്ന് കാണാൻ ശ്രമിക്കുക. ജീവിതത്തിൽ ഒരു മാജിക്കിൽ വിശ്വാസവും കൂടി പുലർത്താൻ ശ്രമിക്കുക കേട്ടോ.